ഒരു കാട്ടിൽ ഒരു കോഴിയമ്മ തന്റെ കുഞ്ഞുങ്ങളുമായി വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. കോഴിയമ്മയ്ക്ക് തന്റെ മക്കളെ വളരെ വളരെ ജീവനായിരുന്നു. കോഴിയമ്മയെയും മക്കളെയും കാട്ടിലെ മറ്റു ജീവികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. കോഴിയമ്മ അതീവ സുന്ദരിയും ബുദ്ധിശാലിയുമായിരുന്നു. ദിവസവും കോഴിയമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീറ്റ തേടുവാൻ കാട്ടിലേക്ക് പോകും. കാട്ടിൽ പോയി പഴങ്ങളും ധാന്യങ്ങളും ശേഖരിച്ചു കൊണ്ടുവരും. അങ്ങനെ കോഴിയും കുഞ്ഞുങ്ങളും ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസം കാട്ടിലെ ഒരു കുറുക്കൻ ഭക്ഷണവും തേടി ആ വഴി വന്നു. കുറുക്കൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു. 3 ദിവസമായി ആഹാരമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വിഷമത്തോടെ നടക്കുമ്പോൾ കോഴിയമ്മ കാട്ടിലൂടെ നടക്കുന്നത് കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കോഴിയെ കണ്ട കുറുക്കൻ ഒരു നിമിഷം അവിടെ നിന്നു. കുറുക്കന് വളരെ സന്തോഷമായി. ഉടനെ അടുത്തുള്ള ചെടിയുടെ മറവിൽ കുറുക്കൻ ഒളിഞ്ഞു നിന്നു. ഒരു നല്ല മുഴുത്ത കോഴി. ഇതുപോലെ ഒരു കോഴിയെ തിന്നിട്ട് എത്ര കാലമായി? കണ്ടിട്ട് കൊതിയാകുന്നു. ഇത്രയും ദിവസത്തെ വിശപ്പ് മാറ്റാൻ ഇവൾ ഒരുത്തി മതി. ഇന്നു ഇവളെ പിടിച്ചു ഭക്ഷിച്ചിട്ട് തന്നെ കാര്യം. പക്ഷേ ഇവളുടെ പിന്നാലെ ഓടാനോ പിടിക്കുവാനോ എനിക്കു ശക്തിയില്ല. അതിനാൽ ഇവിടെ ഒളിഞ്ഞിരിക്കാം. ഇതിലെ വരുമ്പോൾ ചാടി പിടിക്കാം. കുറുക്കൻ കോഴിക്കറിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നം കണ്ടു. അങ്ങനെ കുറുക്കൻ കോഴിയുടെ വരവിനായി കാത്തിരുന്നു. കോഴിയമ്മ തന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ധാന്യങ്ങളും ശേഖരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. കുറുക്കൻ പെട്ടെന്ന് തന്നെ കോഴിയുടെ മുന്നിലേക്ക് ചാടി വീണു. നിൽക്കടി അവിടെ. ഇന്ന് നിന്റെ അവസാനമാണ്. 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ഇന്നത്തെ ഭക്ഷണം നീയാണ്. ഞാൻ നിന്നെ കൊന്നു തിന്നാൻ പോവുകയാണ്. നിന്നെ പോലൊരു കോഴിയെ ഭക്ഷിച്ച് എത്ര ദിവസമായെന്നറിയോ? എനിക്ക് കൊതിയായിട്ട് വയ്യ. എന്നാൽ കോഴിയമ്മ ഒട്ടും പതറാതെ ധൈര്യം സമ്പാദിച്ച് ഇങ്ങനെ പറഞ്ഞു: കുറുക്കച്ചാറെ, നിങ്ങൾക്ക് എന്നെ ഭക്ഷിക്കാം. എന്നാൽ എനിക്ക് ഒരു അപേക്ഷയുണ്ട് താങ്കളോട്. ഞാനും എന്റെ കൂട്ടാളികളും ഒരുമിച്ചാണ് താമസം. ഞങ്ങൾ 10-200 പേരുണ്ട്. അവർക്കുള്ള ഭക്ഷണമാണ് എന്റെ കയ്യിലുള്ളത്. ഇത് അവർക്ക് കൊടുക്കാൻ എന്നെ അനുവദിക്കണം. താങ്കൾക്ക് എന്റെ കൂടെ വരാം. ഇത് അവർക്ക് കൊടുത്ത ഉടനെ താങ്കൾക്ക് എന്നെ ഭക്ഷിക്കാം. കോഴിയുടെ സംസാരം കേട്ട് കുറുക്കൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു: 200 കോഴികൾ. അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഭക്ഷണം തേടി കാട്ടിൽ അലേണ്ടി വരില്ലല്ലോ. ഇവരുടെ കൂടെ പോകാം, അവരെയും ഭക്ഷിക്കാം. അങ്ങനെ കുറുക്കൻ കോഴിയുടെ കൂടെ വീട്ടിലേക്ക് നടന്നു. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത്. കോഴി പറഞ്ഞു തീരും മുമ്പ് കുറുക്കന് ഗുഹയുടെ ഉള്ളിലോട്ട് ഒരോട്ടോട്ടം. എന്നാൽ കുറുക്കൻ ചെന്നുപെട്ടത് വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു സിംഹത്തിന്റെ മുന്നിലായിരുന്നു. കുറുക്കനെ കണ്ട് സിംഹം ഒട്ടും താമസിക്കാതെ കുറുക്കന്റെ മേൽ ചാലി വീണു അതിന് കുന്നു തിന്നു. കുറുക്കൻ ഗുഹയ്ക്കുള്ളിൽ പോയ തക്കം കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവള് വീട്ടിലെത്തി കുഞ്ഞുങ്ങളുടെ കൂടെ സുഖമായി ജീവിച്ചു.